ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ഒന്നാമത്തെ ട്രെയിനായ കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിൽ നമ്മൾ യാത്ര ചെയ്തു. രണ്ടാമത്തെ ട്രെയിനായ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചാറിലേക്ക് പോകുന്ന അരോണോ എക്സ്പ്രസിൽ നമ്മൾ യാത്ര ചെയ്തു. മൂന്നാമത്തെ ട്രെയിനായ കന്യാകുമാരിയിൽ നിന്നും കട്രയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസിൽ നമ്മൾ യാത്ര ചെയ്തു. അഞ്ചാമത്തെ ട്രെയിനായ അഗർത്തലയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ഹംസഫറിൽ നമ്മൾ യാത്ര ചെയ്തു. അതിനിടയിൽ നാലാമതായ ഒരു ട്രെയിൻ ഉണ്ട്. അതെ, ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസ്. നവയുഗ് എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് ഇന്നത്തെ യാത്ര. ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. 3 ഭാഷകളിൽ ഇവിടെ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പൊ വൈകുന്നേരം 5:30 ഈ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഈ ഭാഗത്താണ് മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ഉള്ളത്. അതായത് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 16 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോകാനുണ്ട്. ഇവിടുന്ന് നോക്കിയ ക്ഷേത്രത്തിന്റെ ആ ഒരു കാഴ്ചയൊന്നും കാണില്ല. പക്ഷെ നടന്നു പോകുന്ന ആ ഒരു വഴിയും അങ്ങ് മുൻഭാഗത്തായി കാണുന്നത് അതുക്കുവാരി എന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രാത്രി കാഴ്ച കൂടെ നമുക്ക് കാണാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാം. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഈ ഭാഗമില്ലേ, അവിടെയാണ് ഫുഡ് കോർട്ട്. അതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണേ. ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റിംഗ് റൂമിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഷോപ്പിംഗ് ലോഞ്ച്, ഫുഡ് സ്റ്റേഷൻ, IRCTC ഗസ്റ്റ് ഹൗസ്, അതായത് റിട്ടയറി റൂം, ഡോർമെട്രി ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാള്. അപ്പോൾ അതൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. കയറി വരുമ്പം കാണുന്ന ഈ ഭാഗത്താണ് ഷോപ്പിംഗ് ലോഞ്ച് ഉള്ളത്. ഇവിടെയാണ് അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാള്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടേക്കാണ് റിട്ടയറിംഗ് റൂം, ഡോർമെട്രിയും, അതായത് AC ഡോർമെട്രിയും നോൺ AC ഡോർമെട്രിയും റൂംസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്കാണ്. ഫുഡ് കോർട്ട് ഇതാ ഇവിടെയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ് ഫുഡ് കോർട്ട്. പിന്നെ നല്ല വൃത്തിയാണ്. ഈ താഴെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. രാത്രിക്ക് മസാല ദോശയാണ് കഴിക്കുന്നത്. സാമ്പാറുണ്ട്, ഇവിടെ ചട്നി ഉണ്ട്. പിന്നെ ഞങ്ങളുണ്ടല്ലോ എക്സ്ട്രാ ബട്ടർ നാൻ കൂടെ വാങ്ങിച്ച്. ഈ ഫുഡ് കോർട്ടിൽ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ദോശയുണ്ട്, മസാല ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കട്രയിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നോൺ വെജ് കിട്ടൂല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ഇവിടെ യാർഡിൽ നവയുഗ് എക്സ്പ്രസിനെ കാണാം. അതായത് ഈ നടുക്കുള്ള ട്രെയിനില്ലേ, അതാണ്. പിന്നെ തൊട്ടപ്പുറത്തൊരു വന്ദേ ഭാരത് കിടക്കുന്ന കാണുന്നില്ലേ, അത് ശ്രീനഗറിലേക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. നമ്മൾ നോർത്ത് ഇന്ത്യ വഴി ഒരുപാട് യാത്ര ചെയ്തതാണല്ലോ. അങ്ങനെ പല സ്റ്റേഷനുകളിലും എത്തുന്ന സമയത്തുണ്ടല്ലോ സ്റ്റേഷന്റെ വൃത്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറുന്നൊരു ഭാഗമില്ല, അതായത് പുറത്തൊരു പരിസരമൊക്കെ പല യാത്രക്കാരും ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളം കുടിച്ചിട്ട് ഇതിൻ്റെയൊക്കെ വേസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇടും. അത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സിവിക് സെൻസ് ഇല്ലേ, പൗരബോധം എന്ന് പറയാം. എവിടെയാണ് ശരിക്കും പറയാം ഇത് നിക്ഷേപിക്കേണ്ടതെന്ന് അറിയാത്ത പലരുണ്ട്. അവർ തന്നെയാണ് ഈ ഒരു സ്റ്റേഷൻ വൃത്തികേടാക്കുന്നത്. UP പോയാൽ കാണാൻ നമുക്ക് പറ്റും, ബീഹാർ പോയാൽ കാണാൻ പറ്റും. ഈ ഡൽഹി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം വൃത്തികേടായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്രമാത്രം വൃത്തിയിലൊരു സ്ഥലമാണ് നോർത്തേൺ റെയിൽവേയിൽ. നോർത്ത് ഇന്ത്യയിൽ തന്നെ വേണം പറയാം. ശ്രീമാതാ വൈഷ്ണോദേവി കട്ര അത്രമാത്രം പരിപാലിക്കുന്നുണ്ട് എന്ന് പറയാം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഈ പ്ലാറ്റ്ഫോമിലത്തെ വൃത്തി നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കാണാനായി സാധിക്കുമോ? നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ആളധികം വരാത്തൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കുമല്ലോ എന്ന്. അങ്ങനെയൊന്നുമല്ല. ഒരുപാട് യാത്രക്കാർ ദിനം പ്രതി വന്നു പോകുന്ന ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ജമ്മു കാശ്മീരിലെ ഇത്. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ സമ്പർക്രാന്തി ഉണ്ട്. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ശ്രീ ശക്തി AC എക്സ്പ്രസ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാനുള്ള ആ വഴിയുടെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത്. ക്ഷേത്രമുള്ള ഭാഗത്തിന്റെ പേര് ഭവൻ എന്നാണ്. അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, മലയുടെ ഒരു മറുഭാഗത്താണ്. എന്തായാലും രാത്രി കാഴ്ച അടിപൊളി തന്നെയാണ്. സമയം 8:07 ഇപ്പൊ ഇവിടെ ഒരു വണ്ടി വന്നതേ ഉള്ളൂ. അത് 3.5 മണിക്കൂറിന്റെ അടുത്ത് ഡിലേ ആയിട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിനടുത്തുള്ള അംബേദ്കർ നഗർന്ന് ഇവിടേക്ക് വരുന്ന മാൽവ എക്സ്പ്രസ്. ഇന്ന് യാത്ര ചെയ്യുന്ന നവയുഗ് എക്സ്പ്രസിനെ പറ്റി പറയുമ്പോൾ ഇത് തിരുനെൽവേലിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 5:40 പുറപ്പെട്ട വണ്ടിയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ 10:40 ആകുമ്പോഴാണ് ഈ വണ്ടി ഇവിടെ എത്തിയത്. അതായത് ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇവിടുന്ന് സെക്കൻഡറി മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി 10:30 തിരിച്ച് തിരുനെൽവേലിയിലേക്ക് പോകും. അതായത് കട്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും രാത്രി 10:30 ഈ വണ്ടി പുറപ്പെടുക. പ്ലാറ്റ്ഫോം നമ്പർ 5 വണ്ടി പുറപ്പെടുക. ഇത് ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണ്. ഇതിനിപ്പോ നേരെ അങ്ങ് അവിടെ പോകും. എന്നിട്ട് ട്രെയിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണ് മിക്കവാറും ഇനി ചാൻസ് ഉള്ളത്.
have your attention, please? Train number 1678 Sri Mata Vaishno Devi Katra Tirunelveli Express from Sri Mata Vaishno Devi Katra to Tirunelveli Junction via New Delhi Mau Junction will depart at its scheduled time 22 hours 30 minutes from platform number 5. സമയം 9:27 നവയുഗ എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് റിവേഴ്സ് ചെയ്ത് വരികയാണ്. ട്രെയിൻ നമ്പർ 16788. നവയുഗ എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. 6 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 3 തേർഡ് AC, 2 സെക്കൻഡ് AC. അങ്ങനെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് S5. അയ്യേ, ഇതാണ് കിട്ടിയത്. എൻ്റെ ദൈവമേ, ഹിമസാഗറിൽ വരുന്ന സമയത്തും ഇതുപോലെയുള്ള ഒരു കോച്ചായിരുന്നു കിട്ടിയത്. 2019 മേഡ് കോച്ചാണിത്. ഞാൻ ആ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന വിൻഡോ ഇല്ലേ കോച്ചില്ലേ, അതായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. നമ്മൾ യാത്ര ചെയ്യുന്ന S5 കോച്ച്. പെട്ടെന്ന് തന്നെ ഇനി കോച്ചിലേക്ക് കയറാം, കാരണം വണ്ടി ഇവിടുന്ന് തന്നെ ഫുള്ളാണ്. 43ഉം 46ഉമാണ് ഞങ്ങളുടെ ബെർത്തുകൾ. 43 ഇവിടെ ഇതാ അപ്പർ ബർത്ത്, 46 ഇതാ മറ്റൊരു അപ്പർ ബർത്ത്. പ്രിഫറൻസ് കൊടുത്ത് എടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരു മിററൊക്കെ കാണാം. ചാർജിങ് പോയിന്റൊക്കെ ഇവിടെയാണ്. ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ, ഈ ഒരു ടൈപ്പ് വിൻഡോ ഇല്ലേ, അത് ഇഷ്ടമല്ല. ഇതിൽ ഈ ഇങ്ങനെ ആക്കിയാലും അടച്ചാലും ഈ താഴെ ഭാഗത്തൂടെ ഒക്കെ തണുപ്പ് കയറി വരും. ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര സ്റ്റേഷന്റെ കോഡ് SVDK എന്നാണ്. 4 ഭാഷകളിൽ ഇവിടെ സ്റ്റേഷന്റെ പേര് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവായി വരുന്നത്. ഈ റോഡിന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ട് ഈ വണ്ടിക്ക്. 9:45 ഈ സമയത്ത് അൺറിസർവ്ഡിലത്തെ ഒരു കാഴ്ചയാണിത്. ഒരാൾക്കാർ ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് സീറ്റുകൾ ഇപ്പോഴും വേക്കന്റ് ആയിട്ടുണ്ട്. 1.5 മാസം മുന്നെയാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശ്രീമാതാ വൈഷ്ണോ ദേവി കട്രയിൽ തിരുനെൽവേലിയിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 1090 രൂപയാണ്. അതുപോലെ തന്നെ 3633 കിലോമീറ്റർ ആണ് നമുക്ക് ആകെ യാത്ര ചെയ്യേണ്ട ദൂരം വരുന്നത്. 68 മണിക്കൂറും 15 മിനിറ്റുമാണ് ഈ ട്രെയിൻ അവിടെ ഓടിയെത്തുന്ന ഒരു സമയം കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണല്ലോ, ഇന്ന് രാത്രിയും കിടക്കണം. വെള്ളി, ശനി എല്ലാം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു വൈകുന്നേരം ഒരു 6:30 കൂടിയാണ് എത്തേണ്ട സമയം കാണിക്കുന്നത്. അത് ഓൺ ടൈം ആണെങ്കിൽ അത് വണ്ടി ഡിലേ ആവുമല്ലേ, നോക്കാം നമുക്ക്. എന്തായാലും അത് നിങ്ങൾക്ക് ഈ ഇതിന്റെ ഒരു 3 പാർട്ട് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. സ്ലീപ്പർ ക്ലാസ്സിൽ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ സൈഡിൽ ഓവർ ബർത്ത് എടുക്കാറേയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബാഗൊക്കെ അവിടെ രാത്രിക്ക് വെച്ച് കിടക്കാൻ ഒരു സുരക്ഷയും അല്ലാന്ന് നമുക്ക് എടുത്തു പറയാം. കാരണം ഈ നടന്നു പോകുന്ന വഴിക്കുന്ന നേരെ ഈ ഭാഗത്ത് തന്നെയാണല്ലോ നമ്മുടെ ബാഗൊക്കെ വെക്കുക. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള വിൻഡോ കിട്ടിയാൽ നമ്മൾ അതിന്റെ ആ ഒരു ഷട്ടർ ഇട്ടിട്ട് ഈ ഒരു സാധനം കൂടി ഇട്ടാലും ഇതിലൂടെ തണുപ്പ് കയറി വരും. ഈ ശൈത്യ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ സൈഡ് അപ്പുറം ആണെങ്കിൽ ഓക്കെയാണ്. ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 10:30 തന്നെ ട്രെയിൻ ഇതാ എടുത്തു. പ്ലാറ്റ്ഫോം ഇവിടെ empty ആയി. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ കാണാം. കട്രയ്ക്കും തിരുനെൽവേലിക്കും ഇടയിൽ ഈ ട്രെയിനാകെ 61 സ്റ്റോപ്പുകളാണുള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉദംപൂർ.
ഇത് ശ്രീശക്തി AC എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവാണ്. തുഗ്ലക്കാബാദ് 11:25 അത് ഇവിടുന്ന് പുറപ്പെടുക. ഒരു ദീർഘയാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന വഴിയില്ലേ, ഇത് മുഴുവനും ട്രെക്ക് ചെയ്ത് പോയതാണ്. 16 കിലോമീറ്റർ അങ്ങോട്ടും 16 കിലോമീറ്റർ ഇങ്ങോട്ടും, അപ്പ് ആൻഡ് ഡൗൺ. ഒരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു അത്. 11:05 ട്രെയിൻ ഇപ്പോൾ ഉദ്ധംപൂരിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ്റെ പേര് 2023 തന്നെ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്നാണ്. ഇവിടെ ട്രെയിൻ വന്നത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്. മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ ആരാണെന്ന് പറഞ്ഞാൽ 2016 ഫെബ്രുവരി മാസം 21-ാം തീയതി കാശ്മീരിലെ പാമ്പോറിൽ വെച്ച് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് വീരമൃത്യു വരിച്ച ഒരു സൈനികനാണ്. അദ്ദേഹത്തിന്റെ നാടാണ് ഉദ്ധംപൂർ. അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഈ ഒരു സ്റ്റേഷന് ആ ഒരു പേര് നൽകിയത്. ട്രെയിൻ ഇപ്പോൾ ഇവിടെ 10 മിനിറ്റിന് മുകളിലായി നിർത്തിയിട്ട് മറ്റൊരു വണ്ടി വരാനായിരുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് കട്രയിലേക്കുള്ള വന്ദേ ഭാരത്. ഇത് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. 45 മിനിറ്റോളം വണ്ടിയിൽ നിന്ന് ഡിലേ ആണ്. ഡൽഹി കട്ര റൂട്ടിൽ 2 വന്ദേ ഭാരതുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇനി ജമ്മു താവി, പത്താൻകോട്ട്, ജലന്ധർ, ലുധിയാന വഴിയാണ് പോവുക. നല്ല തണുപ്പാണിപ്പോൾ. ഇനി നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:15. ട്രെയിൻ ഇപ്പോൾ പഞ്ചാബിലേക്ക് എത്തി. ദുരി എന്നൊരു സ്ഥലമാണിത്. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ കൂടെ ദൂരമുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ മുന്നിലാണ്. ലോക്കോമോട്ടീവൊക്കെ ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം. നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. ഇതൊക്കെ വീടുകളാണ്. ഈ ഭാഗം കണ്ട, ഇവിടെയൊന്നും തേച്ചിട്ടൊന്നുമില്ല. ആ ഒരു കട്ടയൊക്കെ ഇതുപോലെ കാണാം. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കോടയല്ലാതെ ഈ സമയത്ത് മറ്റൊന്നുമില്ല. അതായത് തണുപ്പ് തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന S5 കോച്ചിലെ ഒരു കാഴ്ച ഇതാണ്. അധികം തിരക്കേ ഇല്ല എന്ന് പറയാം. പിന്നെ ഈ തണുപ്പായതുകൊണ്ട് ഈ കമ്പിളിയൊക്കെ വിൽക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. WDG 4G കാണാം. ഗാന്ധിധാമാണിത്. സ്റ്റേഷനിലേക്ക് എത്തി. 7:27. ഇവിടെ 7:30 7:45 വണ്ടി എടുക്കേണ്ടത്. 15 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. വണ്ടി നേരത്തെ തന്നെ എത്തിയല്ലോ. ദുരി ജംഗ്ഷൻ. ദുരി റെയിൽവേ സ്റ്റേഷൻ ഇതാ. അണ്ടർസൈഡിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. ദേ നമ്മുടെ കോച്ച് ഇതാണ്. ദേ ദവി പുതപ്പൊക്കെ പുതച്ചോട്ടാണ് വരുന്നത്. തണുപ്പിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇല്ല ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നല്ലേ. അത് മാത്രമല്ല ഈ തണുപ്പിന്റെ ഒരു സംഭവം ഇല്ലേ, ഇതൊക്കെ ഇല്ലവരാണ് നോക്കെ ഒന്നുമില്ലാതെ ഈ ഒരു സ്ട്രീറ്റിലേക്ക് നിൽക്കുന്ന ഒരുപാട് സാധാരണ പാവപ്പെട്ട ആൾക്കാരില്ലേ, അയ്യോ അവർക്ക് അവസ്ഥ ഞാനിപ്പോ ചിന്തിക്കുന്നു. ഞാനുണ്ടല്ലോ ഇതിന്റെ അടിയിൽ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിയിലാണിതാ ഈ ഒരു നീല സംഭവം ഇല്ലേ, ഇതാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. നല്ല എന്താ പറയാ തണുപ്പിന് ഇടാൻ പറ്റിയ സാധനമാണ്. അതിനുശേഷം ജാക്കറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുതപ്പെടുത്ത് പുതച്ചത്. അല്ല ഇത് കാര്യമില്ല. എന്താ അറിയോ, ഡൽഹി എത്തിയാലും ഇതേ തണുപ്പ് തന്നെ ആയിരിക്കും. ഇവിടെ ചോള ഭട്ടൂരൊക്കെ ഉണ്ട്. ദൈവമായിട്ട് ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്നൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ലഘുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഒരു ചായ പോയി കുടിക്കാം. അത് കുടിച്ചാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. വണ്ടി ഇപ്പോഴേ ഇവിടുന്ന് എടുക്കില്ല. ഭയ്യ ദോ ചായ. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മസാല ടൈപ്പാണ്. അതുപോലെ തന്നെ ദുരി ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്നാൽ ലുധിയാന റൂട്ട്, ഇനി പോകുന്ന ജക്കാല് റോഹ്തക്ക് റൂട്ട്, പിന്നെ ഇവിടുന്ന് പട്യാല വഴി അംബാലയിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബത്തിൻ്റെയിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. 8:35 ട്രെയിൻ ഇപ്പോൾ സുനം ഉധം സിംഗ് വാല എന്നൊരു സ്റ്റേഷനിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് സുനം എന്നാണ്. ഉധം സിംഗ് വാല എന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഉധം സിംഗ് വാല. നമ്മുടെ ഫ്ലാഗ് ഇവിടെയാണ്.
സ്റ്റേഷൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പേര് സുന എന്നായിരുന്നു. പിന്നീടാണ് നെയിം ചേഞ്ച് ചെയ്ത് ആ ഒരു പേരിലേക്ക് എത്തിയത്. നമ്മുടെ നാടിന് വേണ്ടി പോരാടിയ ആൾക്കാരുടെ പേരാണല്ലോ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. പഞ്ചാബിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ ലഹ്റാഗഗ എന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഹരിയാനയാണ്. ട്രെയിൻ ഇപ്പോൾ ഹരിയാനയിലേക്ക് കയറി. ഈ ഹരിയാന പഞ്ചാബ് ഭാഗത്ത് കൂടുതലും ഗോതമ്പ് കൃഷിയാണ് ഉണ്ടാവുക. ഇത് ഇവിടെ മുഴുവനും കൃഷി തന്നെയാണ്. ഒരുപാട് ഏക്കറിൽ ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങാ ദൂരം മുതൽ ഇതാ അങ്ങണ്ട് ഇത്. ട്രെയിൻ ഇപ്പോൾ ജക്കാൽ ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ഒരു ട്രെയിൻ വരികയാണ്. ഇതൊരു പാസഞ്ചറാണ്. വളരെ കുറച്ച് കോച്ചുകൾ മാത്രം. ഹരിയാനയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ജക്കൽ ജംഗ്ഷൻ. ഇവിടെ WAG-12 കാണാം. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ ലോക്കോമോട്ടീവ് ഇതാണ്. എല്ലായിടത്തും ഈ വണ്ടി എത്തുന്നത് നേരത്തെയാണ്. ഇവിടെ 9:25 എത്തേണ്ടത്. ഇപ്പോൾ 17 ആയതേ ഉള്ളൂ. ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഇത് കൽക്കരിയാണ്. ഈ കട്രയിൽ നിന്നും ഡൽഹിയിലേക്ക് 2 റൂട്ടുകളാണുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി ഉദ്ധംപൂരിൽ ഒരു വന്ദേ ഭാരതിനൊക്കെ കണ്ടില്ലേ, അതിന് ഓടിയെത്താൻ 8 മണിക്കൂർ മാത്രം മതി. പിന്നെ ഇന്നലെ രാത്രി കട്ര റെയിൽവേ സ്റ്റേഷനിൽ 2 ട്രെയിനുകൾ കൂടെ കണ്ടില്ലേ, ശ്രീശക്തി AC എക്സ്പ്രസ്, മറ്റൊന്ന് ഉത്തർ സമ്പർക്രാന്തി. ഇതിനൊക്കെ 10 മണിക്കൂർ 10.5 മണിക്കൂർ മാത്രം മതി. പക്ഷെ ഈ ട്രെയിൻ ആണെങ്കിൽ 15 മണിക്കൂർ വേണം. അതായത് അതൊക്കെ പോകുന്ന നേരെ ലുധിയാനയിൽ നിന്ന് അംബാല വഴിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. നമ്മളാണെങ്കിലോ ലുധിയാനയിൽ നിന്ന് നേരെ ജക്കാൽ ജംഗ്ഷൻ റൊത്തക്ക വഴിയാണ് പോകുന്നത്. അതായത് വളഞ്ഞിട്ടാണ് കുറച്ച് വരുന്നത്. ഇതൊക്കെ ഡൽഹിയിൽ എത്തുന്ന ഉച്ചയാവും. ഈ വണ്ടി മാത്രമല്ല, നമ്മൾ പോകുന്ന ഈ നവയുഗ ആയാലും അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന ആൻഡമാൻ ആയാലും കന്യാകുമാരിയിലേക്ക് പോകുന്ന ഹിമസാഗർ ആയാലും എല്ലാം ഇതേ റൂട്ട് തന്നെയാണ്. ശരിക്കും ഈ ഒരു 3 ട്രെയിനുകളും ഇല്ലേ, ഒരമ്മ പറ്റ മക്കളാന്ന് പറയാം. കാരണം വെച്ചാൽ അതിന്റെ ടൈം അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഈ 3 വണ്ടികളും കട്രയിൽ നിന്ന് പുറപ്പെടുന്നത് രാത്രി 10:30 ഡൽഹി വഴി ഇത് വിജയവാഡ എത്തുന്നവരെ സെയിം ടൈം തന്നെയാണ്. അതേപോലെ തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡൽഹിയിലൊക്കെ തിരിച്ചു വരുന്ന വഴി രാത്രിക്കെത്തും, രാവിലെ കട്ടറിൽ 10:45 എത്തുന്ന സെയിം എന്ന് പറയാം. അതായത് ഈ ലുധിയാനയ്ക്കും ഡൽഹിയിലും ഇടയിൽ ഒരുപാട് സ്റ്റോപ്പുകളാണ് ഈ വണ്ടികൾക്ക് ഉള്ളത്. അത് മാത്രമല്ല ഈ 3 ട്രെയിനിന്റെ സ്റ്റോപ്പുകളില്ലേ, ഏകദേശം വിജയവാഡ വരെ സെയിം തന്നെയാണ്. ഈ നമ്മുടെ ആൻഡമാൻ എക്സ്പ്രസിന് മാത്രമാണ് വിജയവാഡയ്ക്ക് ശേഷം. അത് പിന്നെ അങ്ങ് ഗുഡൂരിൽ നിന്ന് വേറെ ചെന്നൈയിലേക്ക് വേറെ ലൈനാണല്ലോ പോകുന്നത്. അതിന്റെ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ഇവിടെ മറ്റൊരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. ഇതിൽ മുഴുവൻ ഇതാ കൽക്കരിയാണ്. വളരെ അടുത്ത് നിന്ന് നമുക്കിതാ കൽക്കരി കാണാം. കണ്ടില്ലേ, നവി പൈസ പിരിക്കാനുള്ള ആൾക്കാർ വന്നല്ലേ. ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. രാവിലെ വന്നല്ലോ. ട്രെയിനിന്റെ അകത്തൂടെ വരുന്നതാണ്. നല്ല രസമല്ലേ ഇത് കേൾക്കാൻ. രാജസ്ഥാനിലൊക്കെ പോയാൽ ഇതുപോലെ നമുക്ക് കേൾക്കാനൊക്കെ പറ്റും. ഞങ്ങൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം പാൻട്രി പോയിട്ടാണ് വാങ്ങിച്ചത്. ഒരു ഉപ്മ, അതുപോലെ തന്നെ ഒരു പോവ. അതായത് ഈ പോവ എന്ന് പറയുന്നത് അവലാണേ. 2 കൂടി, അതായത് ഒരെണ്ണത്തിന് 40, ഇതിനും 40, സെയിം റേറ്റ് ആയിരുന്നു. എന്നാൽ 2 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അവലിവിടെ ഇതാ, അതുപോലെ തന്നെ ഉപ്മ ഇതാ. ഇപ്പം രണ്ടും നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഉപ്മയിൽ ഇതാ കടലൊക്കെ ഉണ്ട്, നിലക്കടലൊക്കെ ഉണ്ട്. പിന്നെ അവലായാലും ഇതാ കടലുണ്ട്. ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഉപ്മാവ് കഴിക്കാം. ഉപ്മാവിന് കുറച്ച് ഉപ്പ് കുറവാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. എല്ലാത്തിനും നല്ല ചൂടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവലിലേക്ക് പോവാം. അവല് നല്ല രസം കഴിക്കാൻ. ഇപ്പിതാ ഇവിടെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ഒരുപാട് പേര് കൂട്ടത്തോടെ തന്നെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്.
ഡൽഹി വരെ എന്തായാലും സ്ലീപ്പർ ക്ലാസ് ഏകദേശം നല്ല റഷ് ഉണ്ടാവും. കാരണം റോഹ്തക്ക് വഴിയൊക്കെയാണല്ലോ ഇത് പോവുക. അവര് തോന്നുന്ന സ്ഥലത്തൊക്കെയാണ് കയറിയിരിക്കുന്നത്, സൈഡ് ലോവറിലാണ് കയറിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. ഞാൻ ഇന്നലെ രാത്രി സൈഡ് ലോവറിൽ ഇരുന്നാലുള്ള ഒരു സുരക്ഷേന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതുപോലുള്ള ആൾക്കാർ, അതായത് ഈ റിസർവേഷൻ ടിക്കറ്റ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ വലിഞ്ഞു കയറി വരുമ്പോ നമ്മുടെ ബാഗൊന്നും അവിടെ നിന്ന് എടുത്ത് പോയാൽ തന്നെ നമ്മൾ അറിയില്ല. അത് കുറെ ബുദ്ധിമുട്ടുണ്ട് സൈഡ് ലോവറിന്. അപ്പുറത്തിന് പിന്നെ ഒരു പ്രശ്നമേ ഇല്ല. ഓൾറെഡി വണ്ടി ഇപ്പൊ നല്ല റഷായി. അതിന്റെ കൂടെ തന്നെ പൈസ പിരിക്കാൻ തരുന്ന ആൾക്കാർ. എന്റെ പൊന്നോ, താഴെ ഒച്ചപ്പാടും ബേളും. അതിന്റെ ഇടയിൽ കുറെ പേര് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ വന്നിട്ട് പൈസക്ക് വേണ്ടിട്ടാണ്. 10:53 ട്രെയിൻ ഇപ്പോൾ ജിന്ദ് ജംഗ്ഷനിലെത്തിയേ. ഇവിടെ നിന്നൊക്കെ അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ എടുത്ത് ഒരുപാട് പേര് സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ അത്യാവശ്യം നല്ലൊരു റഷ് ഉണ്ടാവും. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് ട്രെയിന് സ്റ്റോപ്പ്. ഇവിടെ സ്റ്റേഷന്റെ നവീകരണമൊക്കെയാണ് നടക്കുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇനി ഈ ട്രെയിനിന്റെ കുറച്ച് കാര്യത്തിലേക്ക് വരാം. അതായത് സദേൺ റെയിൽവേയിൽ മധുര ഡിവിഷന്റെ കീഴിലാണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിൻ, അതായത് നവയുഗ് എക്സ്പ്രസിന് നമ്മുടെ കേരളമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് മുമ്പ് മംഗലാപുരത്ത് നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറയിലേക്ക് ഒരു ട്രെയിൻ ഓടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് നവയുഗ്. ഇപ്പം ആ ട്രെയിൻ ഇല്ല. അതായത് എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 5:05 ആ ഒരു ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടായത്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് വഴിക്ക് വന്ന വണ്ടി പാലക്കാട് വഴി വന്ന് അതൊരു ലിങ്കായിട്ട് വരുന്ന വണ്ടിയാണ്. അതിൻ്റെ ശരിയായ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് മംഗലാപുരത്ത് നിന്ന് വൈകിട്ട് 5:05 തിങ്കളാഴ്ച പുറപ്പെട്ട് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 2:55, അതായത് ചൊവ്വാഴ്ച വെളുപ്പിന് ഒരു 2:55 ആകുമ്പോഴത്തേക്കും അത് ഈറോഡ് എത്തും. അതേപോലെ തന്നെ തിരുനെൽവേലിയിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അതായത് ഇതേ വണ്ടി തന്നെയാണ് 5:40 അവിടുന്ന് പുറപ്പെടുന്ന വണ്ടി. സെയിം സമയത്ത് തന്നെ ഈറോഡ് എത്തും. ഈറോഡിൽ എത്തിയിട്ട് അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് വരുന്ന വണ്ടിയും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് ജമ്മു താവിയിലേക്കാണ് അന്ന് സർവീസ് ഉണ്ടായത്. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ലിങ്ക് എന്ന് ഉദ്ദേശിച്ചത് പണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ നമ്മുടെ രാജറാണി അമൃത എക്സ്പ്രസ് ലിങ്ക് ചെയ്തിട്ട് വരാറില്ലേ. എന്നിട്ട് ഷൊർണൂർ എത്തിയ ശേഷം ഒന്ന് നിലമ്പൂർ റോഡിലേക്ക് പോകും, ഒന്ന് പാലക്കാടേക്ക് പോകും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വന്ന ശേഷമാണിത് എന്താ പറയുക, തിങ്കളാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഒരു വ്യാഴാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും രണ്ടും കൂടി മിക്സാക്കി വന്നിട്ട് ഇവിടെ ജമ്മുതാവി എത്തും. എന്നിട്ട് തിരിച്ച് എന്താ പറയുക വ്യാഴാഴ്ച അന്ന് തന്നെ അത് റിട്ടേൺ വന്നിട്ട് ഈ റോഡിൽ ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് മംഗലാപുരത്തേക്ക് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരും. മറ്റേത് തിരുനെൽവേലി ഭാഗത്തേക്ക് വരും. അവിടുത്തെ റിലീസ് ചെയ്തിട്ട് വരും. അതായത് ഏകദേശം ഞായറാഴ്ച ഒരു വൈകിട്ടോടുകൂടി നവീ എക്സ്പ്രസ് മംഗലാപുരത്ത് എത്തും. മറ്റേത് വൈകുന്നേരം തിരുനെൽവേലി എത്തും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, കോവിഡ് സമയം, ഏകദേശം നമ്മുടെ 2020 ആ സമയത്താണല്ലോ കോവിഡ് വന്നത്. ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് എല്ലാ വണ്ടികളും നിർത്തി. അപ്പം ഈ സ്വാഭാവികമായിട്ട് നവീ എക്സ്പ്രസ് നിന്നു. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ആ ഒരു ഭയങ്കര ഒരു വിഷയമൊക്കെ കഴിഞ്ഞ ശേഷം പതിയെ ട്രെയിനുകൾ വീണ്ടും ഓടിത്തുടങ്ങിയല്ലോ. ആ സമയത്ത് തിരുനെൽവേലിയിൽ നിന്നുള്ള നവീക് ഓടിത്തുടങ്ങി. പക്ഷെ നമ്മുടെ മംഗലാപുരത്തിൻ്റെ വണ്ടി ഒരു വിവരവുമില്ല. അതിന് നമ്മൾ വിചാരിച്ചു എന്തു പറയാ, ഇത് തുടങ്ങും അടുത്ത മാസം തുടങ്ങുന്നു. അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ആരും അതിനെപ്പറ്റി ഓടിത്തുടങ്ങുമോ അല്ലെങ്കിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടില്ല. എടുത്തു പറയേണ്ടത് ഒരു ജനപ്രതിനിധി പോലും ഈ പറഞ്ഞ പോലെ നവീക് എക്സ്പ്രസിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് ആരും ഒരു സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇനി അത് ഓടുമെന്ന് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാടുകാർ ഈ വണ്ടി കൊണ്ടുപോയി തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെ മംഗലാപുരത്ത് ആ ഒരു വണ്ടി വരുമെന്നൊന്നും ഒരു കാര്യം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഈ വണ്ടി ജമ്മുതാവി വരെയാണെന്ന് പറഞ്ഞല്ലോ. 2014 ഉദംപൂരിൽ നിന്ന് കട്ടറയിലേക്കുള്ള ലൈനൊക്കെ ഓപ്പൺ ആയത്. നമ്മുടെ കട്ടറ റെയിൽവേ സ്റ്റേഷൻ 2014 ജൂലൈ 4 ഉദ്ഘാടനം ചെയ്തത്, ഓപ്പൺ ആയത്. ആ സമയത്ത് ഒരു വർഷത്തിന് ശേഷം 2015 ഓഗസ്റ്റ് മാസം ലാസ്റ്റാണ് ഈ പറഞ്ഞ ജമ്മുതാവിയിൽ നിന്ന് കട്ടറയിലേക്ക് ഈ വണ്ടി എക്സ്റ്റെൻഡ് ചെയ്തത്. കൂടാതെ തന്നെ ആ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് സർവീസ് ചെയ്യുന്ന നവീകന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ വഴി കടന്നു പോകുന്ന ഒരു വണ്ടി കൂടിയായിരുന്നു ഉണ്ടായത്. 3685 കിലോമീറ്ററാണ് അന്ന് ഓടിയത്. ഇപ്പം കുറച്ച് കുറഞ്ഞു, 10-50 കിലോമീറ്റർ കുറഞ്ഞുവല്ലോ തിരുനെൽവേലി ഭാഗത്തേക്ക് പോകും. അതുപോലെ തന്നെ 14 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് UT അടക്കമാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി,
UP, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, മാഹി വഴി പോകുന്നുണ്ട് പുതുച്ചേരി, പിന്നെ കർണാടക. ഒന്ന് ചിന്തിച്ച് നോക്കി എത്ര ഭാഗങ്ങൾ വഴിയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം കർണാടകയും കേരളവും മാഹിയും അതായത് പുതുച്ചേരി വഴിയും കടന്നു പോകുന്നില്ല. അതൊഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ് വഴിയാണ് ഇപ്പോഴത്തെ നവീക് കടന്നു പോകുന്നത്. വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ഹിമസാഗർ. അന്ന് ആ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ തെക്കൻ കേരളക്കാർക്ക് മാത്രമാണല്ലോ കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്, പാലക്കാട് വരെ. ആ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണൂർ, കാസർഗോഡ്, ആ മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത് ജമ്മു കാശ്മീരേക്ക് പോകാൻ ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ ഈ വിജയവാഡ ഭാഗത്തേക്ക് ഇപ്പോൾ സാന്ദ്രകാശി വിവേക് എക്സ്പ്രസ് മാത്രമേ നമ്മുടെ മലബാറിനുള്ളൂ. ഇതാണ് ആ ഒരു വണ്ടിയും കൂടിയായി. അതുപോലെ തന്നെ നാഗ്പൂരേക്ക് ഒരു വണ്ടി ആവുമായിരുന്നു. 11:45 ട്രെയിൻ ഇപ്പോൾ റോഹ്തക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. റോഹ്തക് ജംഗ്ഷനാണ് ഈ റൂട്ടിലെ പ്രധാനപ്പെട്ടൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഡൽഹി മെട്രോ ന്യൂഡൽഹി ഭാഗത്തേക്കാകാം ഇതിപ്പോൾ പോകുന്നുണ്ടാവുക. ഒരുപാട് ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണല്ലോ ഡൽഹി മെട്രോ. കട്രയിലേക്ക് പോകുന്ന വന്ദേ ഭാരതം, അതുപോലെ തന്നെ ശ്രീശക്തി, ഉത്തർ സമ്പർക്രാന്തിയൊക്കെ പോകുന്ന ഒരു വഴി അതാണ്. പാനിപ്പത്ത്, സോനിപ്പത്ത്, അങ്ങനെ. ഡൽഹി ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈൻ ഇതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാലൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ, മൂടൽമഞ്ഞ് അധികമില്ല. ഇവരിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഡൽഹിയിലെ ലോക്കൽ ട്രെയിൻ. സച്ഖണ്ഡ് എക്സ്പ്രസ് ആണിത്. ഈ ട്രെയിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കിട്ടും. ഇവിടെ കാണുന്നതൊക്കെ WP5 ആണ്. അമൃത് ഭാരതിൻ്റെ ആ ഒരു ലോക്കോമോട്ടീവാണത്. രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 1:35 ഇവിടെ എത്തേണ്ടത്. 1:36. പ്ലാറ്റ്ഫോം നമ്പർ 6 ഇതാ ട്രെയിൻ വരുന്നത്. നൈ ദില്ലി. നല്ല തിരക്കുണ്ട് ഇവിടെ. അമൃത്സർ തന്നെയാണ് കൂടുതലും കയറാനുള്ളത് ഇവിടുന്ന്. ന്യൂഡൽഹിയിൽ നവയുഗ് എക്സ്പ്രസിന് 35 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 2:10 മാത്രമേ വണ്ടി എടുക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ ആകെ 16 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ തണുപ്പും പൊല്യൂഷനൊക്കെ കാരണം ഈ യാത്രയിൽ ഞങ്ങൾ ഡൽഹി സ്കിപ്പ് ചെയ്താണ്. കാരണം ഇവിടെ എവിടെയും ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇന്നലെ രാത്രിക്ക് നല്ല വ്യക്തതയോടെയൊന്നും ലോക്കോമോട്ടീവ് കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു തെളിച്ചത്തിൽ കാണാനായി പറ്റിയത്. പിന്നെ 16 നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ ആ ഭാഗത്തേക്കാണ്. അവിടെയാണ് മെട്രോ സ്റ്റേഷനൊക്കെ ഉള്ളത്. പിന്നെ 1 നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗം ഇവിടേക്കാണ്. അവിടെയാണ് നമുക്ക് ഈ ഡൽഹിയിൽ എത്തിയാൽ ഏറ്റവും ചീപ്പായിട്ട് റൂമൊക്കെ കിട്ടുന്ന ഭാഗം ഉള്ളത്, പഹഡ്ഗഞ്ച്. പിന്നെ ഇതിലൂടെ ഇതാ ഒരു കൊമ്പൻ പോവുകയാണ്. ഇത് തുഗ്ലക്കാബാദിൻ്റെ ആണ്. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 10 മിനിറ്റോളം ഉണ്ട്. ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ന്യൂഡൽഹിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:10 വാരണാസിയിലേക്ക് പോകുന്ന വന്ദേ ഭാരതാണത്. രാത്രിയോടെ വാരണാസിയിലെത്തും. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് പറയട്ടെ, കട്രയിൽ നിന്ന് രാവിലെ 6 മണിക്ക് വിട്ട വന്ദേ ഭാരത് ഇല്ലേ, അതിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ഇന്നലെ രാത്രിക്ക് വിട്ടാടല്ലോ, അതിൻ്റെയൊക്കെ സ്പീഡ് പിന്നെ പറയണ്ടല്ലോ. ബുധനാഴ്ച ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് പുറപ്പെട്ട കേരള സൂപ്പർ ഫാസ്റ്റ്. ഈ വണ്ടിന്ന് ഡിലേ ആണ്.
ട്രെയിൻ ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്നൊരു ട്രെയിനാണിത്. ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ റാണി കമലാപതിയിലേക്ക് പോകുന്ന വന്ദേ ഭാരത്. ഈ വണ്ടി നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഫരീദാബാദാണ്. ട്രെയിനിന്റെ നിലവിലെ സ്പീഡ് ഇപ്പോൾ 130 അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഫരീദാബാദ് സെക്ഷൻ. ഫരീദാബാദ് എത്താനായി. ലോക്കോമോട്ടീവിന്റെ മുകളിൽ ഒരാൾ തൂങ്ങിയിട്ട് വരുന്ന നോക്കിയേ. ട്രെയിൻ ഇപ്പോൾ ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇനി ഈ ട്രെയിൻ പോകേണ്ട റൂട്ട് ആഗ്ര, ധോൽപൂർ, ഗ്വാളിയർ, ഝാൻസി വഴിയാണ്. പക്ഷേ ഈ ഡിസംബർ മാസത്തിൽ കുറച്ച് ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയാണ്. നമ്മുടെ കട്ട്രെയിൻ തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന ആന്തമാൻ എക്സ്പ്രസ്, അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്, ഈ ട്രെയിനൊക്കെ വേറെ റൂട്ട് വഴിയാണ് ഇനി പോകുന്നത്. അതായത് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആഗ്രയാണ്. അതിനിടയിലാണ് മധുര വരുന്നത്. മധുരയിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. മധുരയിൽ നിന്ന് നമ്മൾ വഴിതിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അതായത് മധുരയിൽ നിന്ന് നേരെ പോകുന്നത് രാജസ്ഥാനിലേക്ക്. അതായത് ഭരത്പൂര്, ഗംഗാപൂർ സിറ്റി, സവായ് മധുപൂര്, രുദ്യായി ജംഗ്ഷൻ. ശേഷം നേരെ നമ്മൾ കയറുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഇതേ ട്രെയിൻ പോകുന്ന റൂട്ടിൽ തന്നെ ബിനയില്ലേ. ബിനയിൽ വണ്ടിക്ക് ഓൾറെഡി സ്റ്റോപ്പില്ല. ബിന എത്തുന്നതിന് മുമ്പേ മഹാദേവ് ഗേദി എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ വന്നിട്ട് ചാടുന്നത് വീണ്ടും. ശരിക്കും പറഞ്ഞാൽ അതായത് എത്ര കിലോമീറ്ററിന് ഡിഫറൻസ് ഉണ്ടാവും? അതായത് ബിനയിൽ ഓൾറെഡി നേരത്തെ സ്റ്റോപ്പില്ലാന്ന് പറഞ്ഞല്ലോ. ഈ മധുരയിൽ നിന്ന് ബിനയിലേക്ക് ഇതിന്റെ ശരിയായ പാത വഴിയാണെങ്കിൽ 425 കിലോമീറ്റർ ആണ് ഓടേണ്ടത്. ഇപ്പൊ വളഞ്ഞു പോകുന്നതുകൊണ്ട് 625 കിലോമീറ്റർ, അതായത് 200 കിലോമീറ്റർ ആണ് നമ്മൾ കൂടുതൽ ദൂരം ഓടുന്നത്. അതായത് ഒരു 2.5 മണിക്കൂർ അധികം ഓടേണ്ടി വരും. അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ആ റൂട്ട് പോകുന്ന സമയത്ത് കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. മെയിൻ പോയിന്റ് പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പം UP-യിൽ ആഗ്രയും ഝാൻസി മിസ്സാവുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ മധുര വഴി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാനിലെ ധോൽപൂർ സ്റ്റോപ്പ് മിസ്സായാലും പോകുന്നത് മൊത്തം രാജസ്ഥാനാണ്. പിന്നെ നമ്മൾ മധ്യപ്രദേശും കയറുന്നുണ്ട്. ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. വളരെയധികം മലിനമായ ഒരു സ്ഥലമാണ് ഫരീദാബാദ്. ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്കൊക്കെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയതാണ്. പിന്നെ ഇവിടെ ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി ഓൾറെഡി നിർത്തിയിട്ട് തന്നെ 5 മിനിറ്റിന് മുകളിലായി. സ്റ്റേഷന്റെ നവീകരണമൊക്കെ കാണാം. ഇനിയിപ്പം നേരത്തെ പറഞ്ഞല്ലോ വഴി തിരിച്ചു വിടുന്നുണ്ട് എന്ന്. മധുരയിൽ മിക്കവാറും വണ്ടി നിർത്തുമോ നോക്കാം. നമ്മൾ നേരത്തെ ഹസ്രത്ത് നിസാമുദ്ദീൻ കണ്ട വന്ദേ ഭാരത് ഇല്ലേ, ഇവിടെ ഇതാ ഓവർടേക്ക് ചെയ്യുകയാണ്. ഈ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. റാണി കമലാപതിയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക്. അന്ന് 160 കയറി വണ്ടി. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇതൊക്കെയാണ്. ഒരു കേക്ക് ഉണ്ട്, ചിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 2 മിൽക്ക് ഷേക്കും ഉണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ രാത്രിക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിക്കാനായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. ഇനി അത് നടക്കില്ലല്ലോ. കാരണം കുറച്ചൊരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി വേറെ വഴി പോകും. ഇപ്പോൾ രാത്രിക്ക് ഇനിയിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നറിയില്ല. മിക്കവാറും പാൻട്രിയിലത്തെ ഭക്ഷണം തന്നെ നോക്കേണ്ടി വരും. ട്രെയിൻ ഇപ്പോൾ മഥുര സ്റ്റേഷനിലെത്താനായേ. അതിന് മുന്നേ ഇതാ ഒരു ട്രെയിൻ വരികയാണ്. എക്സ്പ്രസ് ആണ്. കന്യാകുമാരി ഹസ്രത്ത് നിസാമുദ്ദീൻ. ഈ തിരുനെൽവേലിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള 2 പ്രധാനപ്പെട്ട വണ്ടികളാണ്. ഒന്നിതും ഒന്നതും. മധുര ബസ് സ്റ്റാൻഡാണിത്. ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഇവിടെ കാണാം. ഞങ്ങൾ വൃന്ദാവനിലേക്ക് പോയ സമയത്ത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തിരക്കേറിയ ഒരു ഭാഗം തന്നെയാണിത്. മഥുര ജംഗ്ഷൻ 4-ാം നമ്പർ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ നിർത്തുമോ നോക്കാം. MTJ എന്നാണ് സ്റ്റേഷന്റെ കോഡ്.
കണ്ടിട്ട് നിർത്താനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ റൂട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. കാരണം ഇവിടുന്ന് നേരെയായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ റൂട്ട് ആഗ്രയൊക്കെ. ഇവിടുന്ന് ഇനിയിപ്പോൾ സവായ് മധുപൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലേക്ക് കയറണമല്ലോ. അതായത് നമ്മുടെ സമ്പർക്രാന്തിയും രാജധാനിയൊക്കെ പോകുന്ന ഒരു റൂട്ടിലേക്ക്. കട്രയിൽ നിന്നും 812 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇപ്പോൾ ട്രെയിൻ ഉത്തർപ്രദേശിലെ മഥുര റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയല്ലോ, ഇനിയിപ്പം കുറേ സമയമെടുക്കും. കട്രയിൽ നിന്ന് തുടങ്ങിയ യാത്രയുടെ ഒന്നാമത്തെ ഭാഗം ഇവിടെ ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ നോർമൽ വഴിയിലേക്ക് തിരിച്ചെത്തുക എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റത്തിനോടൊന്നിരിക്കും. ബൈ. ബൈ.